നമ്മള് ഇവിടെ മനോജേട്ടൻ എന്ന് വെച്ചാൽ ആലപ്പാട് കൺസ്ട്രക്ഷൻ അല്ല ഞങ്ങൾക്ക് പറഞ്ഞറിയും. മനോജേട്ടൻ എന്ന് പറഞ്ഞാലാണ് നമ്മൾ കൂടുതൽ അറിയാം. എൻ്റെ അച്ഛൻ മനോജേട്ടൻ്റെ കൂടെയാണ് അവിടെ ജോലി ചെയ്തിരുന്നേ. ഒരു 13 വർഷത്തോളം അച്ഛൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് മനോജേട്ടൻ്റെ കൂടെ. അപ്പം അച്ഛൻ എന്നോട് പറയായിരുന്നു, നിങ്ങൾ വീട് പണിയുന്നുണ്ടെങ്കിൽ അത് മനോജേട്ടന് കൊടുത്തോളൂന്ന്. മനോജേട്ടൻ അപ്പം അന്ന് മുതൽ എൻ്റെ ആഗ്രഹമായിരുന്നു വീട് പണിയുന്നുണ്ടെങ്കിൽ ഞാൻ എന്തേലും മനോജേട്ടനെ വിളിക്കുള്ളൂ. അപ്പം നമ്മൾക്ക് അതിൻ്റെ സമയം വന്നപ്പോൾ ഞാൻ അച്ഛനായിട്ട് സംസാരിച്ച് അങ്ങനെ മനോജേട്ടൻ്റെ അടുത്തേക്ക് ആള് വന്നു. ഇവിടെ കണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു ആള്. പിന്നെ പ്ലാൻ വരയ്ക്കേണ്ട കാര്യങ്ങളും നമുക്ക് അനൂപ് സാറാണ് പ്ലാൻ വരച്ചു തന്നത്. അതാണെങ്കിലോ നമുക്ക് 6 സെൻറ്റ് ചില്ലറയുള്ള ഭൂമി, അതിലാണെങ്കിൽ ഒരു എല്ല് പോലത്തെ ഭൂമിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ വീട് ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് കണ്ട മോഡലിലാണ് ഞങ്ങൾ വീട് പണിതത്. അപ്പം അതൊക്കെ അവരുടെ അടുത്ത് അനൂപ് സാറിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവർ ഞങ്ങൾക്ക് വന്ന് ഈ എൽ ടൈപ്പിലുള്ള ഭൂമിയിൽ ഞങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു വീടാണ് ഞങ്ങൾക്ക് അവർ പണിത് തന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ മനോജേട്ടൻ അത് 8 മാസം കൊണ്ടാണ് പണിത് വീട് ഞങ്ങൾക്ക് തന്നത്. അത്രയും നല്ല പണിക്കാർ, ഭയങ്കര നീറ്റ്നെസ്സും. പിന്നെ എന്നും എൻജിനീയർ വന്ന എല്ലാ കാര്യം നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തൊട്ടപ്പുറത്ത് നിന്നിട്ടാണ് ഇതൊക്കെ കാണുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ അവരുടെ പണിയും ഒക്കെ നല്ല നീറ്റ്നെസ്സാണ് എല്ലാ കാര്യത്തിലും. അവരുടെ പണി കഴിഞ്ഞ് പോകുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത്രയും അധികം ആൾക്കാർ ഇവിടെ വന്ന് ഹിന്ദിക്കാർ പണിയെടുത്തിരുന്നു എന്ന് ഒരനക്കവച്ച് അങ്ങനെ ഒന്നുമില്ല. എല്ലാം കൊണ്ടും ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ വീട് പണിയുമ്പോൾ തന്നെ കോൺട്രാക്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു എന്തിനാ കോൺട്രാക്റ്റ് കൊടുക്കുന്നത്. പക്ഷേ ആ ആൾക്കാർ തന്നെ വീണ്ടും ഈ വീട് പണി കഴിഞ്ഞപ്പോൾ ആ ആൾക്കാർ തിരുത്തി പറഞ്ഞു. കാരണം വെച്ചാൽ വേറെ ഒന്നല്ല, ഇത്രയും നമ്മൾ സ്വന്തമായിട്ട് കൂലിക്ക് നിർത്തി പണിയിച്ചാൽ പോലും ഇത്രയും വൃത്തിയിൽ ആവില്ല പണി. ഇത് അത്രയും ഭംഗി. പാർക്കലിന് വന്ന് എനിക്കതാണ് ഇത്ര സന്തോഷം. പാർക്കലിനൊക്കെ വന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ വീട് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞേക്കുമ്പോഴത്തെ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഞാൻ എന്നിട്ട് മനോജേട്ടനെ ഞാൻ പേഴ്സണലായിട്ട് ആൾക്ക് ഞാൻ മെസ്സേജൊക്കെ ഇട്ട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് അത്രയും സന്തോഷമായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമല്ലേ ഇത്രയും വീട് പണിയാന്നുള്ളത്. അത് മനോജേട്ടൻ അത് ഭംഗിയാക്കിയിട്ട് നടത്തി തന്നു. അത് സന്തോഷമാണ്. അതുപോലെ മനോജേട്ടനും മനോജേട്ടൻ്റെ കൂടെയുള്ള മറ്റേ ഓഫീസിൽ വർക്ക് ചെയ്യണ എല്ലാവരും എൻജിനീയേഴ്സൊക്കെ എല്ലാവരും നല്ല പണിക്കാരടക്കം സൂപ്പറാണ് അവർ. എൻ്റെ അഭിപ്രായത്തിൽ അവർ സൂപ്പറാണ്.